ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗ് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പൊ ഇന്ന് എനിക്ക് പണി കിട്ടിയ ദിവസം കൂടെ ആയിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ഈ വ്ലോഗിന്റെ അവസാനം കാണാം. അങ്ങനെ തന്നെ എൻ്റെ കൂടെ കുഞ്ഞുമണി എണീറ്റിട്ടുണ്ട് കേട്ടോ. പക്ഷെ പുള്ളിക്കാരി നല്ല മൂഡിലൊന്നും അല്ല കേട്ടോ. ഭയങ്കര എന്തോ ഒരു മുട്ട പിടിച്ച സ്വഭാവത്തിലാ. എനിക്ക് രണ്ട് അടിയൊക്കെ തന്നു രാവിലെ. അങ്ങനെ ആ മൂടൊന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേ കണ്ണാടിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും പുള്ളിക്കാരിക്ക് വലിയ മൈൻഡൊന്നും ഇല്ല. അപ്പൊ ഞാൻ നേരെ ദേ കുഞ്ഞുമണീനെ അമ്മയെ ഏൽപ്പിച്ച് ഞാൻ എന്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാൻ കേക്ക് ആണ് കേട്ടോ. അങ്ങനെ പാൻ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദേ ഇത് കാണുന്നത്. ഇത് ഇന്നലെ അച്ഛൻ ജോലി സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷേ വലിയ കുഴപ്പമൊന്നും ആയിട്ടില്ല. പിന്നെ അതിങ്ങനെ മാറ്റി വെച്ചവിടെ. പാൻ കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കയറി വന്നതാണ് ഈ കുഞ്ഞുമണി. പിന്നെ പുള്ളിക്കാരിക്ക് മുന്നത്തെക്കാട്ടിലും മൂടൊക്കെ നോക്കി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ കഴിക്കാൻ ഇറങ്ങി കേട്ടോ. കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്കും ഉള്ള എക്സ്പ്രഷനാണ് ഈ കാണിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഒരു നാണവും ചിരിയൊക്കെ വന്നു. പിന്നെ പൊട്ട് വെച്ചോണ്ട് പൊട്ട് തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഒരു ഉച്ച 1:30 ആയപ്പോഴത്തേക്കും കുഞ്ഞുമണിക്ക് അതേ ചോറും മുട്ടയും ഒക്കെ ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ പണിയുടെ ആരംഭം തുടങ്ങിയത്. കുഞ്ഞുമണിക്ക് പിന്നെ ഫോണിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ വാരി കൊടുത്താൽ കഴിക്കും, അല്ലെങ്കിൽ പ്ലേറ്റിനകത്ത് ഇട്ട് വെച്ചാൽ പുള്ളിക്കാരി ഇങ്ങനെ വാരി കഴിക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ണൊക്കെ അടച്ച് കാക്ക കളിക്കില്ലോ, അങ്ങനെയൊക്കെ കളിപ്പിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഇപ്പൊ ഫോൺ വേണം അങ്ങനത്തെ വാശിയൊന്നും കുഞ്ഞിനില്ല, നമ്മളത് ശീലിപ്പിച്ചിട്ടും ഇല്ല. കുഞ്ഞുമണിക്ക് ഇതേ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞുമണിയും കൂടെ പോയി അതങ്ങ് വാങ്ങിച്ച് കുഞ്ഞുമണിന്റെ അത് കുഞ്ഞുമണിക്കുള്ള സാധനം എന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് വരും കേട്ടോ. അത് കൊറിയറും വാങ്ങിച്ച് വരുമ്പോഴത്തേക്കാണ് ദേ കാണുന്ന ഒരു കാഴ്ച. അനിയത്തി ഉള്ളി എറിഞ്ഞൊഴിക്കുമ്പോഴത്തേക്കും കൈ ഒന്ന് മുറിഞ്ഞ്. ഞാൻ പറഞ്ഞു ഇതും വീഡിയോയിൽ കാണിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാണിച്ച എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞുമണി ദേ ഇവിടെ ഉറങ്ങാൻ കിടക്കാൻ കേട്ടോ. എന്റെ നെഞ്ചിൽ ചാരി കിടക്കാണ് പുള്ളിക്കാരി. അങ്ങനെ ചാരി കിടന്ന് ഉറങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു വ്ളോഗിന്റെ തുടക്കത്തിൽ പണി കിട്ടിയെന്ന്. അതിതാണ് കേട്ടോ. കുഞ്ഞുമണി ഉറക്കത്തിൽ ഞാൻ നോക്കിയപ്പോഴേ ഓക്കാനിക്കുന്നത്. അങ്ങനെ പിന്നെ കുഞ്ഞുമണി ഛർദ്ദിച്ച് ഒന്ന് രണ്ട് വട്ടം ഛർദ്ദിച്ച്, എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ കുഞ്ഞുമണീനെ ഒരുക്കി ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ പോകാന്ന് വെച്ച് അങ്ങനെ ഞങ്ങളതേ ഇറങ്ങി. പുള്ളിക്കാരിക്കിന് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രണ്ടു വട്ടം ഛർദ്ദിച്ച് പിന്നെ ഓക്കാനം. പിന്നെ നമുക്കൊരു മനസ്സമാധാനം വേണ്ടേ എന്തോ പറ്റിയത്. അങ്ങനെ തന്നെ നേരെ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. നമ്മൾ വന്നേക്കുന്നത് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലാണ് കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ഡോക്ടറിനെ കണ്ടിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ ഇത്. അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്തോ രാവിലെയോ ഉച്ചയ്ക്കോ എന്തോ കഴിച്ചത് വയറ്റിന് പിടിച്ചില്ല, അപ്പൊ അതാണ് വൊമിറ്റ് ചെയ്തേന്ന്. അങ്ങനെ പിന്നെ അതിനുള്ള മരുന്ന് കൊടുത്തു കേട്ടോ. മരുന്ന് കൊടുത്തിട്ട് അരമണിക്കൂർ നമുക്ക് ഇവിടെ ഒബ്സർവേഷൻ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ അകത്തന്നെ ഇരിക്കണമെന്നില്ല, പുറത്തായാലും ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരത്തെ പുറത്തിറങ്ങിട്ടോ. പുറത്തിരുന്നപ്പോഴത്തേക്ക് മഴ പെയ്തു. പിന്നെ ഞങ്ങൾ പിന്നെയും അകത്ത് കയറിയിട്ടോ. അപ്പൊ അരമണിക്കൂർ ഇരിക്കണ്ടില്ല. അപ്പൊ ഞാൻ എന്റെ അമ്മയുടെ തോളിലൊന്ന് ചാനി കിടന്ന് കുഞ്ഞുമണി നിങ്ങൾക്ക് കാണണ്ടേ. പുള്ളിക്കാരിക്ക് വല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുള്ളിക്കാരി ഇതേ ഇവിടെ നിന്ന് ഓടിക്കളിക്കുന്നു, ചാടിക്കളിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഡോക്ടർ കാണിച്ചിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ കുഞ്ഞുമണിക്ക് ഒരു തണ്ണിമത്തൻ ജ്യൂസും പിന്നെ ഒരു വടയും വാങ്ങിക്കൊടുത്തു കേട്ടോ. അതിരുന്ന് കുടിക്കാണ് ദേണ്ട് ഇവിടെ. അപ്പം ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്കും പിന്നെ പുള്ളിക്കാരി നല്ല പിള്ള ചാമയും. ഫുഡ് കൊടുത്തിട്ട് അരമണിക്കൂർ ഇരിക്കാൻ പറഞ്ഞത്. അങ്ങനെ അരമണിക്കൂർ ആയിട്ടോ. പിന്നെ കുഞ്ഞുമണി ഛർദ്ദിച്ചതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന്. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ഒരു ഡെയിലി വ്ലോഗ് മൂന്നാമത്തെ ദിവസമായിട്ട് നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.